നമസ്കാരം. ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് 8ാം ക്ലാസ് ഹിന്ദിയിലെ ഡോക്ടർ കെ നാം മസ്ദൂർ കാ പത്ര എന്ന ഒരു കവിതയാണ്. ഈ കവിതയിൽ എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം. ഒരു ഡോക്ടറിൻ്റെ അടുത്ത് ചികിത്സ തേടിയെത്തുന്ന രോഗികളായ തൊഴിലാളികൾക്ക് ഡോക്ടർ മരുന്നും നിർദ്ദേശങ്ങളുമൊക്കെ നൽകുന്നു. പക്ഷേ തങ്ങളുടെ രോഗത്തിൻ്റെ യഥാർത്ഥ കാരണം ഈ തൊഴിലാളികൾക്കറിയാം. അത് ദാരിദ്ര്യമാണെന്ന് അവർ പറയുന്നു. അത് ഡോക്ടറെ ഒരു കത്ത് മുഖേന എഴുതി അറിയിക്കുകയാണ്. അതൊരു കവിതാ രൂപത്തിൽ നമുക്ക് പഠിക്കാനും തന്നിട്ടുണ്ട്. അപ്പോൾ എന്താണെന്ന് നോക്കാം. യഥാർത്ഥത്തിൽ ഇത് ദാരിദ്ര്യമാണ് ഇവരുടെ രോഗത്തിൻ്റെ കാരണമെന്ന് ഡോക്ടറിനെ അറിയിക്കുന്നു. അതാണ് ഓക്കെ. ഡോക്ടർ മസ്ദൂർ എന്ന് പറഞ്ഞാൽ തൊഴിലാളി എന്നാണ് അർത്ഥം. അപ്പോൾ ഡോക്ടർ കെ നാം മസ്ദൂർ കാ പത്ര നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചായിരുന്നു, ലെറ്ററാണ്. ഹമേ മാലൂം ഹേ, ഞങ്ങൾക്കറിയാം. അപ്നി ബീമാരി കാ കാരൺ വഹ് ഏക് ഛോട്ടാ സാ ശബ്ദ് ഹേ, ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ രോഗത്തിൻ്റെ കാരണം അത് ഒരു ചെറിയ ശബ്ദമാണ്, ചെറിയ വാക്കാണ്. ജിസേ സബ് ജാൻതേ ഹേ, അത് എല്ലാവർക്കും അറിയാം. പർ കഹ്താ കോയി നഹീം, പക്ഷേ അതാരും പറയില്ല. ജബ് ബീമാർ പഡ്തേ ഹേ, ഞങ്ങൾക്ക് രോഗം വരുമ്പോൾ, തോ ബതായാ ജാത്താ ഹേ, പറയാറുള്ളത് ഞങ്ങൾക്ക് രോഗം വരുമ്പോൾ പറയാറുള്ളത്, സിർഫ് തുമി ഡോക്ടർ ഹമേ ബച്ചാ സക്തേ ഹോ, താങ്കൾക്ക് മാത്രമേ താങ്കൾ എന്ന് പറഞ്ഞാൽ ഡോക്ടർക്ക് മാത്രമേ അവരെ രക്ഷിക്കാൻ കഴിയൂ എന്നാണ്. जनता के पैसे से बने बड़े बड़े मेडिकल कॉलेजों में खूब सारा पैसा खर्च करके 10 साल तक डॉक्टरी की शिक्षा पाए है तुमने, तब तो तुमने വരെ നോക്കാം. जनता के पैसे से ജനങ്ങളുടെ പൈസ കൊണ്ട് ഉണ്ടാക്കിയ ബഡേ വലിയ മെഡിക്കൽ മെഡിക്കൽ കോളേജുകളിൽ ഖൂബ് സാര വളരെയധികം പൈസ ഖർച്ച് കർക്കെ പൈസ ചിലവാക്കി 10 സാൽ തക്ക് 10 വർഷം ഡോക്ടറി കി ശിക്ഷ പായി ഹേ തുമ്നെ, താങ്കൾ ഡോക്ടർ ആവാനുള്ള പഠനം നടത്തി. ഇവിടെ നോക്കിയോ, ജനതാക്കെ പൈസ, ജനങ്ങളുടെ പൈസ കൊണ്ടുണ്ടാക്കിയ വലിയ മെഡിക്കൽ കോളേജുകളിൽ വളരെയധികം പണം ചിലവാക്കി 10 വർഷത്തോളം താങ്കൾ ഡോക്ടറാവാനുള്ള പഠനം നടത്തി. തബ് തോ തും, എന്നാൽ താങ്കൾ ഹമേം അവശ്യ അച്ഛാ കർ സക്കേങ്കെ, അതിനാൽ താങ്കൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഞങ്ങളെ സുഖപ്പെടുത്താൻ കഴിയും. ക്യാ സച്മുച്ച് തും ഹമേ സ്വസ്ഥ കർ രഹത്തെ സക്തേ ഹോ, തീർച്ചയായും ഞങ്ങളെ താങ്കൾക്ക് ഹെൽത്തിയാക്കാൻ കഴിയും. അല്ലെങ്കിൽ അവിടെ ഒരു വാക്കുണ്ട്, സ്വസ്ഥ എന്ന് പറയുന്നത് ഹെൽത്തിയാണ്. അപ്പോൾ ഞങ്ങളെ സുഖപ്പെടുത്താൻ കഴിയും, ഞങ്ങളെ ഹെൽത്തിയാക്കാൻ കഴിയും എന്നാണ് പറയുന്നത്. തുമാരേ പാസ് ആത്തേ ഹേ ജബ്, താങ്കളുടെ അടുത്ത് എത്തുന്ന സമയത്ത് എങ്ങനെയാ, ബദൻ മേ ബച്ചേ ചിത്തടേ ഖീഞ്ച് കർ കാൻ ലഗാക്കർ സുൻതേ ഹോ തും ഹമാരെ നംഗേ ജിസ്മോं की ആവാസ്, തൊഴിലാളികൾ തങ്ങളുടെ ശരീരത്ത് അവശേഷിക്കുന്ന കീറത്തുണികളുമായിട്ട്, ചിതടേ എന്ന് പറഞ്ഞാൽ ചിതടേ കീഞ്ചികർ എന്ന് പറഞ്ഞാൽ ഈ കീറത്തുണികൾ. അപ്പോൾ ആ കീറത്തുണികളുമായിട്ട് അടുത്തേക്ക് വരുമ്പോൾ കീഞ്ചികർ കാൻ ലഗാക്കർ സുൻതേഹേ, അവരുടെ ആ തുണി മാറ്റിയിട്ട് അവരുടെ ആ നഗ്നമായിട്ടുള്ള ശരീരത്തിൻ്റെ ശബ്ദം ഡോക്ടർ ശ്രദ്ധയോടെ കേൾക്കുന്നു. അതായത് ഡോക്ടറെ അടുത്ത് ചെല്ലുമ്പോൾ നമ്മുടെ സ്റ്റെതസ്കോപ്പ് വെച്ചിട്ട് ഇങ്ങനെ നോക്കാറില്ലേ, അതിൻ്റെ ശബ്ദം അദ്ദേഹം കേൾക്കാറില്ലേ, നമ്മുടെ ഹൃദയമിടിപ്പിൻ്റെ ശബ്ദം, അതിനെയാണ് പറഞ്ഞിട്ടുള്ളത്. ആ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്നു. ഖീഞ്ചിനി ഹമാരെ നംഗേ ജിസ്മോ, നംഗേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നഗ്നമായിട്ടുള്ള, ജിസ്മ എന്ന് പറഞ്ഞാൽ ശരീരമാണ്, ഈ ആവാസ് എന്ന് പറഞ്ഞ ശബ്ദമാണ്, ഖോച്ന എന്ന് പറഞ്ഞാൽ സെർച്ച് ചെയ്യുക, ടു സെർച്ച് എന്നാണ്. ഹോ കാരൺ ശരീർ കെ ഫീത്തർ പർ അഗർ, അപ്പോൾ ശരീരത്തിൻ്റെ അകത്തുള്ള ആ രോഗത്തിൻ്റെ കാരണം അങ്ങ് അന്വേഷിക്കുന്നു. എങ്ങനെയാണ് ശരീരത്തിനുള്ളിലെ രോഗത്തിൻ്റെ കാരണം അന്വേഷിക്കുന്നത്? ശരീരത്തിലെ ആ കീറ തുണികളൊക്കെ, ഇവർ വളരെ ദാരിദ്ര്യം പിടിച്ച തൊഴിലാളികളാണ്, അവരുടെ കീറിയ തുണിയൊക്കെ അങ്ങോട്ട് മാറ്റിയിട്ട് ഹൃദയത്തിൻ്റെ ശബ്ദം കേൾക്കുന്നു, എന്നിട്ട് രോഗത്തിൻ്റെ കാരണം അന്വേഷിക്കുന്നു. പർ അഗർ എന്നാൽ ഏക് നസർ ശരീർ കെ ചിത്തലോം പർ ഡാലേ തോ വേ ഷായത് തുമേ ജ്യാദാ ബതാ സകേംഗെ ക്യോം കിസ് പിട് ജാത്തേ ഹേ ഹമാരെ ശരീർ അവിടെ. അപ്പോൾ ശരീരത്തിനുള്ളിൽ ഈ രോഗത്തിൻ്റെ കാരണം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഏക് നസർ, ഒരു ദൃഷ്ടി അല്ലെങ്കിൽ ഒരു നോട്ടം, ശരീർ കെ ചിത്രോംബർ ഡാലേത്തോ, ആ ശരീരത്തിലെ ആ കീറത്തുണികളിലേക്ക് നോക്കുകയാണെങ്കിൽ, ഷായത് തുമേ ജ്യാദാ ബതാ സകേംഗെ, താങ്കൾക്ക് തീർച്ചയായും അറിയാൻ കഴിയും.
ക്യോം കിസ് പിറ്റ് ജാത്തേ ഹേ, എങ്ങനെയാണ് തേഞ്ഞു പോയതെന്ന്, ഈ ശരീരം എങ്ങനെയാണ് ഇങ്ങനെ മെലിഞ്ഞു പോയതെന്ന് താങ്കൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഹമാരെ ശരീരം അവർ കപ്പടെ, ഞങ്ങളുടെ ശരീരവും വസ്ത്രവും എല്ലാം എന്തുകൊണ്ടാണ് തേഞ്ഞു പോയത് അല്ലെങ്കിൽ ഇതുപോലെ ശോഷിച്ചു പോയത് എന്ന് താങ്കൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ശരീരത്തിന് അകത്തുള്ള രോഗം അന്വേഷിക്കുന്നതിന് മുമ്പ് ശരീരത്തിന് പുറത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ താങ്കൾക്ക് മനസ്സിലാവും എന്താണ് സംഭവം മനസ്സിലായല്ലോ. ഇവരുടെ അത്യാധ്വാനവും കഷ്ടപ്പാടുകളും കൊണ്ടാണ് ഇവർക്ക് ഈ അസുഖം വന്നതെന്ന് മനസ്സിലാകും. ഇത്ര അകത്ത് മരുന്ന് കഴിച്ചിട്ട് കാര്യമുണ്ടോ അതിന്? ഇല്ല. അവരുടെ ദാരിദ്ര്യം പട്ടിണി മാറിയാൽ മാത്രമേ ആ അസുഖം അവരുടെ മാറത്തുള്ളൂ. ബസ് എക് ഹി കാരൺ ഹേ ദോനോം കാ വഹ എക് ചോട്ടാസാ ശബ്ദ ഹേ, ഈ രണ്ടിനും, ശരീരത്തിനും വസ്ത്രത്തിനും രണ്ടും ഇങ്ങനെ തേഞ്ഞു പോയതിൽ അല്ലെങ്കിൽ ശോഷിച്ചു പോയതിൽ ഉള്ള കാരണം ഒരൊറ്റ ശബ്ദമാണ്. ജിസേ സബ് ജാൻതേ ഹേ, അതെല്ലാവർക്കും അറിയാവുന്നതാണ്. പർ കഹ്താ കോയി നഹി, പക്ഷേ അതാരും പറയില്ല. തും കഹ്തേ ഹോ, താങ്കൾ പറയാറുണ്ട്. കന്ധേക്ക ദർദ് ടീസ്താ ഹേ, വീണ്ടും വീണ്ടും വേദന ഉണ്ടാകുന്ന സമയത്ത്, കന്ധ എന്ന് പറഞ്ഞാൽ തോളിൽ വീണ്ടും വീണ്ടും വേദന ഉണ്ടാകുന്നത് നമി ഔർ സീലൻ കി വജഹ്സേ, എന്താണ് നമി എന്ന് പറഞ്ഞാൽ നനവും ഈർപ്പവും, സീലൻ ഈർപ്പമാണ്, വജഹ് എന്ന് പറഞ്ഞ കാരണമാണ്. അപ്പോൾ ഈ നനവും ഈർപ്പവും ഒക്കെ കാരണമാണ് ഈ തോളത്ത് വീണ്ടും വീണ്ടും വേദന ഉണ്ടാകുന്നതെന്ന് താങ്കൾ പറയാറുണ്ട്. ഡോക്ടർ തുമി ബെതാവോ, താങ്കൾ പറയൂ. ഏത് സീലൻ കഹാം സേ ആയി, ഈ സീലൻ അല്ലെങ്കിൽ ഈ ഈർപ്പം എവിടെ നിന്നാണ് വരുന്നത്? തോൾ വേദന എന്ന് പറഞ്ഞുകൊണ്ട് വന്നാൽ പറയും ഈ വിയർപ്പും ഈർപ്പവും ഒക്കെ കൊണ്ടാണെന്ന്. ഈ വിയർപ്പ് അല്ലെങ്കിൽ ഈർപ്പം എങ്ങനെയാണ് വരുന്നതെന്ന് താങ്കൾ പറയൂ. ബഹുത്ത് സ്യാദാക്കാം, വളരെയധികം ജോലി, അവർ ബഹുത്ത് കം ഫോജന്നെ, വളരെ കുറച്ച് ഭക്ഷണം, അത് ദുബലാക്കർ ദിയാ ഹേ ഹമേ, ഞങ്ങളെ ദുർബലരാക്കുന്നു അല്ലെങ്കിൽ മെലിഞ്ഞവരാക്കുന്നു. നുഖേ പർ ലിഖ്തേ ഹോ, അത് എന്താണ് ഓക്കെ, ദുബലാക്കർ ദിയാ ഹേ ഹം, ഞങ്ങളെ അത് ദുർബലരാക്കുന്നു. ഓക്കെ, നുക്സേ പർ ലിഖ്തേ ഹോ, നുക്സേ എന്ന് പറഞ്ഞാൽ ഈ കുറിപ്പാണ്. കുറിപ്പിനകത്ത് ഈ ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഉണ്ടല്ലോ, ആ പ്രിസ്ക്രിപ്ഷനകത്ത് എഴുതാറുണ്ട് അവർ വജൻ ബഠാവോ, നിങ്ങളുടെ ഭാരം കൂട്ടുക എന്ന് എഴുതാറുണ്ട്. അതായത് എന്തെങ്കിലുമൊക്കെ കഴിച്ച് വെയിറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് ഡോക്ടർ ഞങ്ങൾക്ക് പ്രിസ്ക്രൈബ് ചെയ്യാറുണ്ട്. യഹ്തോ വൈസാ ഹി ഹേ ദിൽദലി ഖാസ് സേ കഹോ കി വഹ് ഖുശ്ക് ഹേ, അതായത് ഈ ചതുപ്പ് നിലങ്ങളിൽ, ചെളി നിറഞ്ഞ നിലങ്ങൾ, ദൽദലി എന്ന് പറഞ്ഞാൽ ചെളി നിറഞ്ഞ സ്ഥലങ്ങളിൽ വളരുന്ന പുല്ലുകളോട് ഉണങ്ങിപ്പോകാൻ പറയുന്നത് പോലെയാണ്. നടക്കാത്ത കാര്യമല്ലേ? അതുപോലെയാണ് ഞങ്ങളോട് വണ്ണം വയ്ക്കാൻ പറയുന്നത്. ഡോക്ടർ തുമാരെ പാസ് കിത്തനാ വക്ത് ഹേ, താങ്കളുടെ അടുത്ത് എത്ര സമയമുണ്ട്? ഹമേ ജയ്സെങ്കിലി, ഞങ്ങൾക്ക് വേണ്ടി ചിലവാക്കാൻ വേണ്ടി എത്ര സമയമുണ്ട്? ക്യാ ഹമേ മാലൂ നഹി തുമാരെ ഘർ കെ ഏക് കാലീൻ കി കീമത്ത് 5,000 മരീസോം സെ മിലി ഫീസ് കെ ബരാബർ ഹേ, ഞങ്ങൾക്കറിയാം താങ്കളുടെ ഘർ, താങ്കളുടെ വീട്ടിലെ ഏക്ക് കാലീൻ എന്ന് പറഞ്ഞാൽ കാർപ്പറ്റാണ്. ഒരു കാർപ്പറ്റിൻ്റെ കീമത്ത് എന്ന് പറഞ്ഞാൽ വില 5,000 മരീസോം സെ, രോഗികളുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന ഫീസിന് ബരാബർ ഹേ, തുല്യമാണ്. താങ്കളുടെ വീട്ടിൽ കിടക്കുന്ന ഒരു കാർപ്പറ്റ് ഞങ്ങളെപ്പോലെ 5,000 ആളുകൾ വന്ന് തരുന്ന ഫീസിന് തുല്യമാണെന്ന് ഞങ്ങൾക്കറിയാം. बेशक तुम कहोगे इसमें तुम्हारा कोई दोष नहीं, हमारे घर की दीवार पर छाई सीलन फी यही कहानी दोहराती है. അപ്പോൾ എന്നിട്ടും അതിൽ കുറ്റമൊന്നുമില്ലെന്നും ഡോക്ടർ സംശയമില്ലാതെ പറയുന്നു. അപ്പോൾ തങ്ങളുടെ വീട്ടിലെ വ്യാപിച്ചിരിക്കുന്ന, ഛായി എന്ന് പറഞ്ഞാൽ വ്യാപിച്ചിരിക്കുന്ന സീലൻ്റെ കാരണം വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ്. ഈ അത്യാധ്വാനം അല്ലെങ്കിൽ ദാരിദ്ര്യമൊക്കെ കൊണ്ടാണ് എന്നാണ് ഇവർ പറയുന്നത് അല്ലേ. ഡോക്ടറിൻ്റെ വീട്ടിലെ കാർപ്പറ്റ് എന്ന് പറയുന്നത് ഞങ്ങളുടെ 5,000 പേരുടെ ഫീസ് കൊണ്ടുള്ള അതിന് തുല്യമായിട്ടുള്ളതാണ്. അത് ഞങ്ങളുടെ വീട്ടിലെ കാര്യമോ ഈർപ്പവും ഒക്കെ നിറഞ്ഞതാണ്. എന്താ ഹമേ മാലൂഹെ, ഞങ്ങൾക്കറിയാം. അപ്പനി ബീമാരിക്ക കാരണം, ഞങ്ങളുടെ രോഗത്തിൻ്റെ കാരണം വഹിയൊക്കെ ചോട്ടാസാ ശബ്ദ ഹേ, അത് വളരെ ചെറിയൊരു വാക്കാണ്. ജിസേ സബ് ജാൻതേ ഹേ, അതെല്ലാവർക്കും അറിയാം. പർ കഹ്താ കോയി നഹി, പക്ഷേ അതാരും പറയില്ല. വഹ് ഹേ ഗരീബി, അതാണ് ദാരിദ്ര്യം. ഓക്കെ, അപ്പോൾ ഈ ദാരിദ്ര്യം എന്ന് പറയുന്നൊരു വാക്കാണ് ഇവരുടെ എല്ലാം രോഗത്തിന് കാരണം എന്ന് ആര് പറയുന്നു? തൊഴിലാളികൾ ഈ ഒരു പത്രത്തിലൂടെ അല്ലെങ്കിൽ ഈ ഒരു ലെറ്ററിലൂടെ ഡോക്ടറെ അറിയിക്കുകയാണ്. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇതാണ് വളരെ സിമ്പിളായിട്ടുള്ളൊരു കവിതയാണ്. അതിൻ്റെ വേർഡ് മീനിങ്ങും എല്ലാം നമ്മൾ പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇതൊന്നുകൂടെ വായിച്ചു നോക്കുക, പഠിക്കുക.